ഹായ്, നമ്മളിപ്പോൾ ഇന്നലത്തെ വീഡിയോ ചെയ്തത് പെൻസിൽ പാനിൻ്റെ കട്ടിങ് വീഡിയോ ആയിരുന്നു ചെയ്തത്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടോ, ഉപകാരപ്പെട്ടോ, മനസ്സിലായോ? എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. സ്റ്റിച്ചിങ് വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പാൻറ്റിൻ്റെ ബാക്ക്, ഫ്രണ്ട്, ബാക്കി സ്ലിറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളിതിൻ്റെ അകത്തോട്ട് ഫ്രണ്ട് ക്രോച്ചറ്റ് അടിച്ചു കൊടുക്കുക. ഫ്രണ്ട് ക്രോച്ചറ്റാണ് ഞാൻ ആദ്യം ഫ്രണ്ട് ക്രോച്ചറ്റാണ് എപ്പോഴും ചെയ്യുന്നത്. അതിന് ശേഷമേ ബാക്ക് ചെയ്യാറുള്ളൂ. അത് നമ്മൾ രണ്ടും ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് ക്രോച്ചറ്റ് വേഗം തന്നെ ഫിനിഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൽ ഞാൻ എപ്പോഴും ടക്കിടാറുണ്ട്. 2 ടക്കിട്ട് കൊടുക്കും. അപ്പോൾ അതൊരു കാണാനൊരു ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ ഫ്രണ്ട് നല്ല ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. അപ്പോൾ 2 സൈഡിലും നമ്മൾ പിടിച്ചിട്ട് 1/2 ഇഞ്ച് പിടിക്കുകയോ 1 ഇഞ്ച് പിടിക്കുകയോ എത്ര വേണം അതനുസരിച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ച് പിടിക്കുകയോ 1 ഇഞ്ച് പിടിക്കുകയോ ചെയ്തിട്ട് ടക്കിയിട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ എന്താ പറയുക, ആ ഒരു ഫ്രണ്ടിൻ്റെ ഫിഗർ അനുസരിച്ചിട്ട് ആണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഫ്രണ്ടിൽ വരുന്നത് വള്ളിയാണിട്ട് കൊടുക്കുന്നത്, ഫ്രണ്ടിൽ പട്ടയല്ല. നമ്മൾ അതേപോലെ തന്നെ ബാക്ക് പീസ് എടുക്കുക. ബാക്ക് പീസും അതേപോലെ തന്നെ ക്രോച്ചറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എല്ലാത്തിനും നമ്മളെപ്പോഴും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ ലോക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ലോക്ക് ചെയ്യുന്നത് കാണിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളത് എല്ലാം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് നമ്മൾ ലോക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും അടിച്ചു കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൻ്റെ പട്ട പിടിപ്പിക്കാം. സാധാരണ സ്റ്റിഫ് വെച്ചിട്ടാണ് പട്ട അടിക്കുന്നത്. പക്ഷെ നമ്മുടെ കസ്റ്റമറിന് ഫ്രണ്ടിൽ വള്ളി വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ പട്ട എടുക്കുക, 2ആയിട്ട് കട്ട് ചെയ്ത ശേഷം സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ടിട്ട് നമ്മൾ ലോക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു ഭാഗം കുറച്ചടിക്കുക, സെൻറ്ററിൽ ഇത്തിരി ലൂപ്പ് വിടുക, താഴെയും കുറച്ചടിക്കുക. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ പണ്ടത്തെ പാൻറ്റൊക്കെ അടിക്കുന്ന പോലെയുള്ള ഒരു ഫിഗറിൽ സെൻറ്ററിൽ ഇത്തിരി ഹോളായിട്ട് കിട്ടും. അത് 2 സൈഡിലേക്ക് നമ്മൾ മടക്കി വെച്ചിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഒരു പരിപാടിയുള്ളൂ. 2 സൈഡിലേക്ക് മടക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. അത്രയും കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഏകദേശം ഫ്രണ്ടിൽ ലൂപ്പിടുന്ന ആ ഒരു സംഭവത്തിൻ്റെ ഇത് കഴിയും. ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് പീസ് എടുക്കുക. അത് നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന ആ ഒരു സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, ആ ഹോൾ വരുന്ന ഭാഗം, അതും സെൻറ്റർ ക്രോച്ചറ്റിൻ്റെ തമ്മിൽ നേരെ വെച്ചിട്ട് നമ്മളതൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അത്ര പരിപാടിയുള്ളൂ. ജസ്റ്റ് നേരെ വെക്കുക. വെച്ചതിന് ശേഷം ഒപ്പം വെച്ചതിന് ശേഷം നമ്മളതങ്ങ് അരിച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അത്രയും കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ അറ്റാച്ച്മെൻറ്റ് കഴിഞ്ഞു. അതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ആ ഫ്രണ്ടിൽ ഇടാനുള്ള വള്ളി, അത് നമ്മുടെ മെറ്റീരിയൽ കൊണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതൊന്ന് മടക്കി നമ്മൾ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ തന്നെ അത് 2 സൈഡിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ചെയ്യുന്ന പരിപാടിയാണ്, ഭയങ്കര സിമ്പിളാണ്. വേഗം തന്നെ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം 2 സൈഡിലേക്കും വെച്ചടിച്ചു കൊടുക്കുക. അതായത് നമ്മുടെ കാലിൻ്റെ 2 സൈഡില്ലേ, അവിടെയും താഴ്ഭാഗത്ത് കറക്റ്റ് സെൻറ്ററിലേക്ക് ഈ ഹോളിൻ്റെ അവിടത്തേക്ക് വള്ളി വലിച്ചിടാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ 2 സൈഡിലും വള്ളി ഫിനിഷ് ചെയ്തുക. ഞാൻ വളരെ സ്ലോയിലാണ് ഇതെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ലാഗ് ആകുന്നുണ്ടെന്ന് അറിയാം. വീഡിയോ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുത്തേക്കുന്നത്. മിക്കവർക്കും അറിയായിരിക്കാം, എഴുതപ്പെട്ടവർ, കാരണം ഒത്തിരി ഇതിൻ്റെ വീഡിയോസൊക്കെ വന്നേക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയാം. പക്ഷേ എന്നാലും നമ്മൾ ചാനലിൽ ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനിത് ഇത്ര വിശദമായിട്ട് തന്നെ ചെയ്തിടാമെന്ന് വിചാരിച്ചു. ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ പോർഷൻ അങ്ങ് മടക്കി ഒരു സൈഡ് മടക്കിയിട്ട് തയ്യൽ തുമ്പ് അകത്താക്കിയിട്ട് ഫിനിഷ് ചെയ്യുക. ഇത്രയും പരിപാടിയുള്ളൂ. അപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യണതിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കേണ്ട, അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അത് വേഗം തന്നെ നമ്മളതങ്ങ് അടിച്ചു കൊടുക്കുക.
ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. ബാക്ക് പീസ് നമ്മളൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ക്രോച്ചിട്ട് അടിച്ച് ഫിനിഷ് ചെയ്തിട്ടേ ഉള്ളൂ. ബാക്കിൽ ഒരു എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പട്ട ലെങ്ത് അനുസരിച്ച് പട്ടയ്ക്ക് നമ്മൾ ഒരു പീസ് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 12 ഇഞ്ചാണ് ഞാൻ ബാക്കിലത്തേക്ക് വേണ്ടിയിട്ടുള്ള എലാസ്റ്റിക് എടുത്തതാണ്. 12, 10, 12ഒക്കെ എടുത്താൽ മതി. ചിലർ വളരെ കുറച്ചെടുക്കാറുണ്ട്, 5 ഇഞ്ചൊക്കെ എടുക്കുക, 5, 6ഒക്കെ എടുക്കാറുണ്ട് സെൻട്രൽ പോർഷനിൽ മാത്രം വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഭംഗി തോന്നിക്കാറില്ല. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് 12 ഇഞ്ച് വീതിയിലാണ് ഞാൻ എലാസ്റ്റിക് എടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പട്ട ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഈ എലാസ്റ്റിക് വെച്ച് കൊടുക്കുക. നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ നീളം 12 ഇഞ്ചേ ഉള്ളൂ, നമ്മുടെ ബാക്ക് പീസ് എന്ന് പറഞ്ഞാൽ 30 ഇഞ്ച് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വലിച്ച് ഇപ്പുറത്തെ സൈഡും കൂടി നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്കത് വലിഞ്ഞ് നമുക്ക് എത്താൻ പറ്റും. പിന്നെ നമ്മൾ എല്ലാവരും ചെയ്യണത് ഇതങ്ങ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 സൈഡും ഫ്രണ്ട് പീസും ബാക്ക് പീസും സ്ട്രെയിറ്റ് ജോയിൻ ചെയ്യാണ്. ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ എലാസ്റ്റിക് ഇടുന്ന ഭാഗത്തിന് നല്ല ഭാഗത്തേക്ക് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗവും ചേർത്ത് വയ്ക്കും. എന്നിട്ട് മറിക്കും, ഫ്രണ്ടിലേക്ക് മറിച്ച് ആ പട്ടയുടെ പീസ് ഫ്രണ്ടിലേക്ക് മറിച്ചിട്ട് തിരിച്ചെടുക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൈഡ് രണ്ടും വളരെ ഫിനിഷിംഗ് ആയിട്ടിരിക്കും. അതിനുശേഷം നമ്മൾ 2 സൈഡും നമ്മൾ പാൻറ്റിൻ്റെ 2 സൈഡും നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ല. നമ്മൾ എലാസ്റ്റിക് പിടിപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മുടെ 2 ഫ്രണ്ട് പീസും ബാക്ക് പീസിൻ്റെ സൈഡ് പീസും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളത് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ താഴത്ത് നമ്മൾ സ്ലിറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പോയിൻ്റ് ഇട്ടുണ്ട്. ആ പോയിൻറ്റിൽ കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ 2 സൈഡും ജോയിൻ ചെയ്യാൻ. 2 സൈഡും ഇതുപോലെ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എലാസ്റ്റിക്കിൻ്റെ മേൽഭാഗത്ത് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. സെയിം തന്നെ 2 സൈഡും ഒരേപോലെ തന്നെ നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ താഴെ എത്തുമ്പോഴത്തേക്കും ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗമുണ്ട്, ആ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മളവിടെ കുത്തി നിർത്തിയിട്ട് അത് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എലാസ്റ്റിക് എടുക്കുക. എലാസ്റ്റിക് എടുത്തിട്ട് എലാസ്റ്റിക്കിൻ്റെ മേളിൽ നമ്മൾ സ്റ്റിച്ച് വരരുത് കേട്ടോ. കാരണം എലാസ്റ്റിക്കിൻ്റെ മേളിലേക്ക് സ്റ്റിച്ച് വന്നു കഴിഞ്ഞാൽ എലാസ്റ്റിക് വലിയില്ല. അത് മാക്സിമം നമ്മൾ നോക്കിയിട്ട് പതിക്കെ വലിച്ച് എലാസ്റ്റിക് ഉള്ളിലോട്ട് ആക്കിയിട്ട് നമ്മൾ ആ ഒരു പട്ട ഫിനിഷ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ആദ്യം വളരെ പാടാണ് ചെയ്യാനായിട്ട്. ചെയ്ത് പരിശീലിച്ചവർക്കാണെങ്കിൽ എളുപ്പമായിരിക്കും ചെയ്യാൻ. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇതിങ്ങനെ വലിച്ചു പിടിച്ച് ചെയ്ത് ഉള്ളിലേക്ക് ആക്കിയിട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ അങ്ങനെ ഒരു ശീലത്തിലേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് സാധനം തയ്ക്കുമ്പോഴും വളരെ ഫിനിഷിംഗ് ആയിരിക്കും. കാരണം ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് എപ്പോഴും തയ്ക്കാൻ തോന്നുള്ളൂ. നമ്മൾ സ്ലിറ്റിലോട്ട് കയറാം. സ്ലിറ്റ് ഞാൻ ചെയ്യുന്നത് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെയല്ല ഞാൻ ഇപ്രാവശ്യം ചെയ്തത്. ഞാൻ ജസ്റ്റ് സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗം ഉള്ളിലോട്ട് മടക്കിയിട്ട് 2ആയിട്ട് മടക്കിങ് എടുത്തു. സ്ലിറ്റിൻ്റെ എത്രമാത്രം സ്ലിറ്റിൻ്റെ ഇറക്കം വേണം. ഞാൻ എടുത്തത് സ്ലിറ്റിൻ്റെ ഇറക്കം 2 ഇഞ്ചാണ്. ആ 2 ഇഞ്ച് ഇറക്കത്തിൽ ആദ്യം ഒരു പ്രാവശ്യം മടക്കി, പിന്നെയും ഒരു പ്രാവശ്യം മടക്കി. അപ്പോൾ അരിക്ക് ഉള്ളിലേക്ക് നമ്മൾ മടക്കി വെച്ചിട്ടാണ് ഇങ്ങനെ മടക്കിയെടുത്തത്. അപ്പോൾ അങ്ങനെ മടക്കിയിട്ട് നമ്മൾ അരികത്തോട്ട് അടിച്ച് ഫിനിഷ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ചെയ്യുന്നത് എളുപ്പമാർഗ്ഗമാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നല്ല ഭാഗത്തേക്ക് മടക്കിയിട്ട് ഉള്ളിൽ കൂടി അടിച്ച് തിരിച്ചെടുക്കുക ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ പെട്ടെന്നൊരു എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ സിറ്റൊക്കെ അടിക്കുന്ന പോലെ, അതായത് ചുരിദാറിൻ്റെ സിറ്റ് അടിക്കുന്ന പോലെ സിറ്റ് 2 പ്രാവശ്യം മടക്കും. നമ്മൾ ഇതിന് 1 പ്രാവശ്യം മടക്കിയിട്ട് ഉള്ളിലേക്ക് ഫിനിഷ് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ അടിക്കുമ്പോൾ അരികത്ത് ചേർത്ത് വെച്ച് അടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അരികത്തെ അതിൻ്റെ അടിപ്പ് വരുള്ളൂ. അരികൊട്ടും കാണാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് അത് കിട്ടുകയും ചെയ്യും. ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടിയിലത്തെ പട്ട മടക്കി ഫിനിഷ് ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പമാണ്. പട്ട എടുക്കുക, പട്ട ജസ്റ്റ് മടക്കി ഒരടിയേ പാടുള്ളൂ കേട്ടോ. 2 അടിയിൽ നിന്ന് നമ്മൾ പെൻസിൽ പാൻ്റെ അടിയിൽ കൊടുക്കാൻ പാടില്ല. ഒരൊറ്റ അടി അടിക്കുക, ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. അതേപോലെ തന്നെ അടുത്ത പാൻറ്റിൻ്റെയും കാലിൽ ഇതേപോലെ തന്നെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇത് എളുപ്പത്തിൽ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയല്ല സാധാരണ ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് അർജൻറ്റായിട്ട് അവർക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് പെട്ടെന്ന് ആ ഒരു എളുപ്പ മാർഗ്ഗത്തിൽ ചെയ്തതാണ്. ചിലപ്പോൾ നമ്മളങ്ങനെ തയ്ക്കുമ്പോൾ ടക്കിടാതെ തയ്ക്കുമ്പോൾ, മീൻസ് ആ ഒരു പോയിൻ്റിടാതെ തയ്ക്കുമ്പോൾ കയറി ഇറങ്ങിക്കിരിക്കാൻ ചാൻസ് ഉണ്ടാവാറുണ്ട്. എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എത്ര നന്നായിട്ട് തയ്ക്കുമെന്ന് പറഞ്ഞാലും എല്ലാവർക്കും അബദ്ധം പറ്റാറുണ്ട്. പിന്നെ എനിക്കും അങ്ങനെ പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ
രണ്ട് സൈഡിൻ്റെയും സ്ലിറ്റിൻ്റെ ഫിനിഷിങ് ഏകദേശം കഴിഞ്ഞു. ഇനി ലാസ്റ്റത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡും എടുക്കുക, ജോയിൻ ചെയ്യുക. അത്രേ ഉള്ളൂ നമ്മുടെ ലാസ്റ്റത്തെ പ്രൊസീജിയർ. കണ്ടോ, ഇങ്ങനെ നമുക്ക് സ്ലിറ്റ് വളരെ ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അത് നമ്മൾ അയൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ സ്ലിറ്റിൻ്റെ ഭാഗം ഒന്നും കൂടി നന്നായിട്ട് പതിഞ്ഞിരിക്കും. ഇത്രയും പോലും അത് വിസിബിളായിട്ട് കാണത്തില്ല സ്റ്റിച്ച്. നമ്മൾ രണ്ട് സൈഡും കൂട്ടി യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. നമ്മുടെ പെൻസിൽ പാനിൻ്റെ ഏകദേശത്തിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഇതാണ് അതിൻ്റെ ഫൈനൽ ഫിഗർ. ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ടിൽ കെട്ട് വന്നിട്ടുണ്ട്, താഴത്തെ സ്ലിറ്റും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ബൈ.